അപ്പോൾ ഒരിക്കൽ കൂടിയും നമ്മുടെ ഗൂഗിൾ മീറ്റ് ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് ഗാന്ധിജിയുടെ പാഠമല്ലേ? ഓർക്കുണ്ടോ? ഗാന്ധിജിയുടെ പാഠം ഓർക്കുണ്ടോ? ഹലോ ഹലോ ഗാന്ധിജിയുടെ ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറഞ്ഞ പാഠം സാർ എടുത്ത് ഓർക്കണില്ലേ ഗൂഗിൾ മീറ്റില്? അപ്പോൾ ആ പാഠത്തിന്റെ അർത്ഥങ്ങൾ നമ്മൾ എഴുതി വെക്കാം കേട്ടാ. ഒരു നോട്ട് പുസ്തകം എപ്പോഴും കൈ പിടിച്ചോട്ടാ. ഓക്കെ. ഇനി ആരെങ്കിലും അറ്റൻഡൻസ് തരാനില്ല? ഓക്കെ. ആരും അറ്റൻഡൻസ് തരാനില്ല? എന്തോ ഫെനിൽ ആന്റണി അല്ലേ? ഫെനിൽ ആന്റണി BCBF FHW ഉണ്ട് കേട്ടോ. പേടിക്കണ്ട. ഫെനിലിന്റെ പേരുണ്ട്. ഓക്കെ. ഇനി നമുക്ക് അർത്ഥങ്ങൾ എഴുതിയെടുക്കാം. ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്ന പാഠസന്ദർഭത്തിലെ അർത്ഥങ്ങളാണ് നമ്മൾ എഴുതുന്നത്. പാഠത്തിന്റെ പേര് നമുക്ക് എഴുതാം. ആൻഡ് ദെൻ ഗാന്ധി കെയിം ബൈ ജവഹർലാൽ നെഹ്റു. ഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിൽ എത്രമാത്രം പൊരുതിയെന്നും അതുപോലെ തന്നെ എത്രമാത്രം അഭിവാജ്യമായ ഒരു ഘടകമായിരുന്നു എന്നുമാണ് നമുക്ക് ഈ പാഠസന്ദർഭത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ പാഠസന്ദർഭം നമ്മുടെ ജവഹർലാൽ നെഹ്റു ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇന്ത്യയുടെ. ആ പ്രൈം മിനിസ്റ്റർ ഗാന്ധിജിയെ കുറിച്ച് വിവരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പാഠത്തിൻ്റെ കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിലും ഗൂഗിൾ മീറ്റ് ക്ലാസ്സിലൊക്കെ ആയിട്ട് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ ക്ലാസ് പോസിബിൾ അല്ല. ഗൂഗിൾ മീറ്റ് ക്ലാസ് ഇതുപോലെ അറ്റൻഡൻസ് എടുത്ത് നമ്മൾ ക്ലാസ് എടുക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് സാധ്യമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സാറ് പറയുന്ന വാക്കുകളുടെ അർത്ഥങ്ങൾ അപ്പോൾ നിങ്ങളൊരു നോട്ട് പുസ്തകത്തിൽ എഴുതി എടുക്കണം. ഇംഗ്ലീഷിന് ഒരു നോട്ട് ബുക്ക് നിർബന്ധമായിട്ടും വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ സമയത്ത് പഠിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. കേൾക്കുന്നില്ലേ നിങ്ങൾ? ഹലോ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം, എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ. ഓരോരുത്തർ റെസ്പോണ്ട് ചെയ്താൽ മതിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് റെസ്പോണ്ട് ചെയ്യണ്ട. സാറൊരു കാര്യം പറഞ്ഞുതരാം. ആദ്യം നമ്മുടെ ഈ സെപ്റ്റംബറിൽ വരുന്ന ഫസ്റ്റ് ഇയർ പരീക്ഷ ഉണ്ടല്ലോ. ഇംഗ്ലീഷാണ്. അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സിൽ വളരെ അറ്റൻറ്റീവായിട്ട് ഇരിക്കട്ടെ. ഏത് ക്ലാസ്സിലാന്ന് ഇപ്പോൾ കഥ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ കഥാപാത്രം ആരാന്ന് ചോദിക്കണ പോലെയാണ്. അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെയല്ല ക്ലാസ് അങ്ങനെ ലെഫ്റ്റ് ആവരുത്. അത് താൽക്കാലികമായിട്ട് ആ ഗൂഗിൾ മീറ്റിലേക്ക് ഒരു കുട്ടി വിളിച്ചതാ. ആ കുട്ടീനെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതാ. അപ്പോൾ ഞാൻ അവനെ വേഗം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റർ ചെയ്തിട്ട് ഞാൻ വേഗം വന്നതാ കേട്ടാ. നിങ്ങൾ ആരും ലെഫ്റ്റ് ആവരുത്. ഞാൻ എടുക്കാൻ പോണത് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്ന പാഠമുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ഗൂഗിൾ മീറ്റിൽ എടുത്ത ക്ലാസ്. ആ ക്ലാസ്സിന്റെ കണ്ടിന്യൂവേഷനാണ് കേട്ടാ. ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോ ഗൂഗിൾ മീറ്റ് അല്ല ഞാൻ പറഞ്ഞത്. ഗൂഗിൾ മീറ്റ് ആദ്യത്തെ ഒരു ഗൂഗിൾ മീറ്റ് ഞാൻ എടുത്തില്ലേ, ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറഞ്ഞിട്ട്. അന്ന് ഷഹബാസ് വന്നിട്ടില്ല എന്ന് തോന്നുന്നു, ഷഹബാസ് സലീം വന്നിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ഗൂഗിൾ മീറ്റ് നമ്മൾ 2 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. CAPയും അതുപോലെ തന്നെ OFE ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ 2 ക്ലാസ് ഒരു ഗ്രൂപ്പ്, പിന്നെ FHW BCBF ഒരു ഗ്രൂപ്പ്. ഇപ്പോൾ ഷഹബാസ് BCBFലാണോ? അപ്പോൾ ഇനി ഷഹബാസ് ശ്രദ്ധയോടെ കേട്ടോ. ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്ന പാഠത്തിലെ അർത്ഥങ്ങളാണ് ഇപ്പോൾ സാറ് തരുന്നത്. ആ പാഠത്തിൻ്റെ ചെറിയൊരു മുഖവര സാറ് പറഞ്ഞു തരാം, അതൊന്ന് ശ്രദ്ധിച്ചോ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി എത്രത്തോളം പ്രയത്നിച്ചു എന്ന് സൂചിപ്പിക്കുന്ന ഒരു പാഠഭാഗമാണ് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്ന പാഠഭാഗം. അപ്പോൾ ആ പാഠത്തിലെ നമ്മൾ മനസ്സിലാക്കി ഗാന്ധിജി വളരെയധികം കഠിനമായ പ്രയത്നം നടത്തി. അതുപോലെ തന്നെ അഹിംസയും സത്യാഗ്രഹയും അഭയവും അങ്ങനെയുള്ള പുതിയ പുതിയ റിഫോംസും പുതിയ പുതിയ മെത്തേഡുകളും ഉപയോഗിച്ച് വയലൻസ് ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ ഒരു യുദ്ധമില്ലാതെ തന്നെ ബ്രിട്ടീഷ് ഭരണത്തെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു പ്രക്രിയയെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു വിവരിക്കുന്ന ഒരു പാഠസന്ദർഭമാണ് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്ന പാഠസന്ദർഭം. മനസ്സിലായല്ലോ? ഹലോ, ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി നമുക്ക് ആ പാഠത്തിലെ ബുദ്ധിമുട്ടുള്ള വാക്കുകളുടെ അർത്ഥം എഴുതിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അത് എഴുതാം. ഫസ്റ്റ് വാക്ക് എഴുതിക്കോളൂ. വേൾഡ് വിൻഡ്. WHIRLWIND. WHIRLWIND. ഒരിക്കൽ കൂടി പറയാം, സ്പെല്ലിംഗ് പറഞ്ഞുതരാം. WHIRLWIND. വേൾഡ് വിൻഡ്. എഴുതിയെടുത്തോ ഷഹബാസ്? എഴുതിയെടുത്തോ?
വേൾവിൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുഴലിക്കാറ്റ് എന്നാണ് അർത്ഥം വരുന്നത്. വേൾവിൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുഴലിക്കാറ്റ് എന്നാണ് അർത്ഥം വരുന്നത്. വേൾവിൻഡ് WHIRL ഒരിക്കൽ കൂടി നിർത്തി പറയാം, ശ്രദ്ധിക്കുക. WHIRL വേൾവിൻഡ് എഴുതിയോ? ഓക്കെ. വേൾവിൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുഴലിക്കാറ്റ് എന്നാണ് അർത്ഥം വരുന്നത്. ചുഴലിക്കാറ്റ് എന്നാണ് അർത്ഥം വരുന്നത്. എഴുതിയോ? ചുഴലിക്കാറ്റ് എന്ന അർത്ഥം എഴുതിയോ? ഓക്കെ. ഇനി പ്രിയ വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് സാർ ഒരു കാര്യം പറഞ്ഞു തരാം. ഒരു കാരണവശാലും ഇപ്പോൾ നിങ്ങളിപ്പോൾ നേരത്തെ നമ്മുടെ നെറ്റ് കട്ടായില്ലേ, നെറ്റ് പെട്ടെന്ന് കട്ടായപ്പോൾ നിങ്ങൾ കുറച്ച് പേര് ലെഫ്റ്റായി. അങ്ങനെ ലെഫ്റ്റ് ആവരുത്. ദയവ് ചെയ്ത് ലെഫ്റ്റ് ആയാലും വീണ്ടും ആ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. ആ കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക കേട്ടാ. അതല്ല നെറ്റ് പെട്ടെന്ന് കട്ടായി റേഞ്ച് പോയി എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. ആ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, തിരിച്ച് നമുക്ക് ഈ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും കേട്ടാ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. ഹലോ. ഓക്കെ, നമുക്ക് അടുത്ത വാക്ക് എഴുതാം. എക്സ്പ്ലോയിറ്റേഷൻ. EXPLOITATION എക്സ്പ്ലോയിറ്റേഷൻ. ഞാൻ ഒരിക്കൽ കൂടി വാക്ക് പറഞ്ഞുതരാം. EXPLOITATION എക്സ്പ്ലോയിറ്റേഷൻ. എക്സ്പ്ലോയിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂഷണം എന്നാണ് അർത്ഥം വരുന്നത്. എക്സ്പ്ലോയിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂഷണം എന്നാണ് അർത്ഥം വരുന്നത്. എഴുതിയോ? എക്സ്പ്ലോയിറ്റേഷൻ എന്ന വാക്കിന്റെ അർത്ഥം എഴുതിയോ? ഓക്കെ, നമുക്ക് അടുത്ത വാക്ക് എഴുതാം. സാറിൻ്റെ കൂടെ ഇങ്ങനെ ഓരോ വാക്കുകളും ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നന്നായി പഠിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് കിട്ടും. അതുപോലെ തന്നെ നന്നായി ഭാഷ കൈകാര്യം ചെയ്യാനും സാധിക്കും. ഇനി സാറിന് ഒരു കാര്യം പറയാൻ വിട്ടുപോയി നേരത്തെ. ഞാൻ ഒരു കാര്യം പ്രത്യേകമായിട്ടുള്ള പബ്ലിക് എക്സാമിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നല്ലോ. ഞാൻ ആ പബ്ലിക് എക്സാം വരില്ല സെപ്റ്റംബറിൽ, അതിനെക്കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. വളരെ ശ്രദ്ധയോടെ കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരും ലെഫ്റ്റ് ആവുകയോ പോകുകയോ ചെയ്യരുത്. ഈ പബ്ലിക് എക്സാമിന് നമുക്ക് സാധാരണ ഫസ്റ്റ് ഇയറിൽ 19 പാഠങ്ങളാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്ക് 8 പാഠമാണ് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഫോക്കസ് ഏരിയയിലെ 8 പാഠം. ആ 8 പാഠം പഠിച്ചാൽ തന്നെ 100 മാർക്കിലധികം 100% നമുക്ക് എഴുതാൻ സാധിക്കും. 100% മാർക്കിന് നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സാധാരണ 80 മാർക്കിലാണ് വരാറ്. പക്ഷേ ഇപ്പോൾ 160 മാർക്കിനാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന എല്ലാ ചോദ്യങ്ങളും എഴുതിയാലും എല്ലാ ചോദ്യങ്ങളും എഴുതിയാലും അതിനുള്ള എല്ലാ മാർക്കും ആ ചോയ്സ് എല്ലാ മാർക്കും ഞങ്ങൾ ഇട്ട് തരേണ്ടതായിട്ട് വരും. അതിപ്പോൾ നിങ്ങൾക്ക് 100 മാർക്കിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അറിയാമെങ്കിൽ 100 മാർക്കിനുള്ള എഴുതിയാൽ എന്തായാലും നിങ്ങൾക്ക് 80 മാർക്ക് കിട്ടും. 80 മാർക്കോളം കിട്ടും. ഫുൾ മാർക്ക് വരെ കൊടുക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്, നന്നായി എല്ലാ ഉത്തരങ്ങളും എഴുതുകയാണെങ്കിൽ. മനസ്സിലായോ? നിങ്ങൾക്ക് സംഭവം പിടികിട്ടിയാ? ഹലോ. ഓക്കെ, വെരി ഗുഡ്. അതായത് നമുക്ക് 80 മാർക്കിനുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതണ്ടോ? ശരിക്കും 80 മാർക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷെ നമുക്ക് 80 മാർക്കിനുള്ള ചില ചോദ്യങ്ങൾ അറിയില്ല. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ 160 മാർക്കിനാണ് ഇട്ടിട്ടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. അപ്പോൾ എന്തായാലും നമുക്കൊരു 100 മാർക്കിനുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാലോ. നമ്മളിപ്പോൾ 8 പാഠത്തിൽ ചില പാഠങ്ങൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്, ചില പാഠം കുറച്ച് മനസ്സിലായുള്ളെങ്കിലും നമുക്ക് ചോയ്സുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് 80 മേലെ എഴുതി വെക്കാൻ പറ്റും. സമയം ഉണ്ടെങ്കിൽ 80 മേലെ മാർക്കിന് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് കിട്ടും. മനസ്സിലായി? ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ. ഹലോ. അതെ, ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷയ്ക്ക് കുറേ അധികം അധ്വാനിക്കുന്നതിനേക്കാൾ ഒരു ഹാർഡ് വർക്ക് ചെയ്യേണ്ടതെന്നല്ല സാറ് പറയണേ. നമ്മൾ സ്മാർട്ടായിട്ട് വേണം വർക്ക് ചെയ്യാൻ. എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വേണം നമ്മൾ പഠിക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് സാറിങ്ങനെ നിർത്തി എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ട രീതി ഒന്നും കൂടിയും പറഞ്ഞു തരുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. 160 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് കിട്ടുക. അതിൽ നമുക്ക് വേണ്ടതാ കൂടി 80 മാർക്കാണ്. പക്ഷെ നമ്മൾ 100 മേലെ മാർക്കിന് എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് എത്രത്തോളം എഴുതി വെച്ചിട്ടുണ്ടോ ആ മാർക്ക് മുഴുവൻ നമുക്ക് കിട്ടും. അങ്ങനത്തെ ഒരു പ്രത്യേക രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ സെക്കൻഡ് ഇയറിനും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് അവർക്ക് നല്ല ഗുണമുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്കും ഈ ഫസ്റ്റ് ഇയറിന് അങ്ങനെ വരുന്നത്. പിന്നെ ഫസ്റ്റ് ഇയറിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. 19 പാഠം നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 8 പാഠങ്ങളാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തി പഠിക്കേണ്ടതുള്ളൂ. ആ 8 പാഠം തന്നെ 130 മാർക്കിനോളം ചോദ്യം വരും.
മനസ്സിലായോ? അതിൽ നമ്മൾക്ക് 80 മാർക്ക് വരെയല്ല സ്കോർ ചെയ്യണ്ടോ. 100 മാർക്കിന് മേലെ എഴുതിയാൽ കുറേ തെറ്റുകൾ കിഴിച്ചിട്ട് അടക്കം നമുക്ക് 80 മാർക്കോളം സ്കോർ ചെയ്യാം. സാറ് പറഞ്ഞത് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. നമ്മൾ നിർത്തിയത് എക്സ്പ്ലോയിറ്റേഷൻ വെച്ചിട്ടല്ലേ നിർത്തിയത്? എക്സ്പ്ലോയിറ്റേഷൻ അവിടെ വെച്ചിട്ടല്ലേ നിർത്തിയത്? ഇമ്പൾസ് എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിക്കോ. ഇമ്പൾസ്, IMPULSE, ഇമ്പൾസ്. പെൺകുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പെൺകുട്ടികളുടെ സൗണ്ട് ഒന്നും കേൾക്കാമല്ലോ. ഓക്കെ, പറഞ്ഞോ. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ട രീതി പറഞ്ഞ് ശ്രദ്ധിച്ചോ? അത് മനസ്സിലായില്ലേ? സാറ് ഫോക്കസ് ഏരിയയുടെ പാഠങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടുണ്ട് കേട്ടാ. ഫസ്റ്റ് ഇയർ ഗ്രൂപ്പിൽ ഇട്ടുണ്ട് ഫോക്കസ് ഏരിയയുടെ പാഠങ്ങളെ. അത് കണ്ടിട്ടുണ്ടല്ലോ ലിസ്റ്റ്. ഒപ്പം തന്നെ സാറിന് വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാണ്ട്. ആ 80 മാർക്കിൻ്റെ 80 മാർക്കിൻ്റെ ചോദ്യം വരുന്നെന്ന് പറഞ്ഞല്ലോ. അതിൽ 100% മാർക്കിൽ 40% ചോദ്യങ്ങൾ സാറ് പറഞ്ഞില്ലേ പാറ്റേൺ ക്വസ്റ്റ്യൻസിനാണ് ഉണ്ടാവുക. പാറ്റേൺ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാലേ നമ്മുടെ ലെറ്റർ ടു എഡിറ്റർ, കോംപ്രിഹെൻഷൻ പാസേജ്, പ്രസി റൈറ്റിംഗ്, ഫോർമൽ ലെറ്റർ, ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ, അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നാണ് 40% അടുത്ത് മാർക്ക് ഉണ്ടാകുക. കേട്ടോ വിദ്യാർത്ഥികൾ, കേട്ടോ? അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് ആ ഓൺലൈൻ ക്ലാസ്സുകളുടെ ഇതിലേ. അതിന് ഫോക്കസ് ഏരിയ ഓഫ് ഫസ്റ്റ് ഇയർ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഫോക്കസ് ഏരിയ ഓഫ് ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ആ പ്ലേലിസ്റ്റ് കണ്ടോ? യൂട്യൂബ് ചാനലിൽ ഉണ്ട് അത്. ഫോക്കസ് ഏരിയ ഓഫ് ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. സെക്കൻഡ് ഇയർ അല്ല നോക്കേണ്ടത്, ഫസ്റ്റ് ഇയർ ആണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. കാരണം നമ്മൾ സെപ്റ്റംബറിലാണല്ലോ ഫസ്റ്റ് ഇയർ പരീക്ഷ വരുന്നത്. ശ്രദ്ധിച്ചോ? ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? ആ യൂട്യൂബ് ചാനലില് ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് സെക്കൻഡ് ഇയറിന്റെ ഫോക്കസ് ഏരിയ അല്ല, ഫസ്റ്റ് ഇയറിന്റെ ഫോക്കസ് ഏരിയ. അതിൽ എല്ലാ പാറ്റേൺ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് കഴിഞ്ഞ 3 പാഠങ്ങളുടെ എക്സ്പ്ലനേഷനിലുള്ള വീഡിയോ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പാറ്റേൺ ക്വസ്റ്റ്യൻസാണ്. ആ പാറ്റേൺ ക്വസ്റ്റ്യൻസ് പഠിച്ചെടുത്താൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് കരുതുന്നു. സാറ് എന്തിനാണ് ഈ എക്സാമിനേഷനെ കുറിച്ച് എപ്പോഴും പറഞ്ഞതെന്ന് അറിയാം. നിങ്ങൾക്ക് മാർക്ക് ഒരു തുള്ളി പോലും പോകാതെ, ഒരു തുണ്ട് പോകാതെ നിങ്ങൾക്ക് നന്നായി മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് സാർ എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്കിനി ഇമ്പൾസ് എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതാം കേട്ടോ. ഇമ്പൾസ് എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതാം. IMPULSE, ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നൽ എന്നാണ്. ഇമ്പൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നൽ എന്നാണ്. ഇമ്പൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നൽ എന്നാണ്. എഴുതിയോ? ഇമ്പൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നൽ എന്നാണ്. ഇപ്പം ഈ ഫോക്കസ് സാർ ഒരു കാര്യം കൂടി പറയട്ടെ കേട്ടോ. ഈ ഫോക്കസ് ഏരിയയും അതേപോലെ തന്നെ എക്സാമിനേഷനുള്ള ചോയ്സും ഈ 2021 ഫസ്റ്റ് ഇയർ പരീക്ഷയ്ക്ക് മാത്രമാണ് ഇത് കണ്ടിട്ടുള്ളൂ കേട്ടോ. ഫസ്റ്റ് ഇയർ പരീക്ഷ, അതിന് മുമ്പത്തെ ഫസ്റ്റ് ഇയർ പരീക്ഷയ്ക്കൊക്കെ ഫുൾ പോർഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ഇത്ര ചോയ്സ് ഉണ്ടായിരുന്നില്ല. പക്ഷേ സെക്കൻഡ് ഇയറിനും ഇപ്പോൾ കഴിഞ്ഞ സെക്കൻഡ് ഇയറിനും ഈ 2021 ഏപ്രിൽ മാസത്തിൽ നടന്ന സെക്കൻഡ് ഇയർ പരീക്ഷയ്ക്ക് ഇതേപോലെ ചോയ്സും ഫോക്കസ് ഏരിയ ഉണ്ടായിരുന്നു. ഇനി നിങ്ങളുടെ സെക്കൻഡ് ഇയർ എഴുതുമല്ലോ, ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് സെപ്റ്റംബറിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൽ എഴുതുമല്ലോ. അപ്പോൾ ഫോക്കസ് ഏരിയ ഉണ്ടാവുമോ ഇല്ല എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ആ സമയമാകുമ്പോഴേക്കൊക്കെ ഈ കാലഘട്ടം മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് റെഗുലറായിട്ട് പഠിക്കാനായിട്ട് റെഗുലറായിട്ട് കൂടുതൽ പോർഷൻസ് നമുക്ക് പഠിച്ചെടുത്ത് പരീക്ഷ എഴുതാമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം. കേട്ടോ? എല്ലാവരും കേട്ടാ? ഓക്കെ, ഈ കാലഘട്ടത്തിൽ മാത്രമേ ഈ ഒരു ചോയ്സും ഫ്രീഡവും ഈ ഇങ്ങനെ ഓപ്ഷനും ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. പെർവേസീവ്, PERVASIVE, പെർവേസീവ്. അടുത്ത വാക്ക് PERVASIVE, പെർവേസീവ്. എഴുതിയോ? പെർവേസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപുലമായ. 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 അതായത് വിപുലമായ രീതിയിൽ നമ്മളെ ബ്രിട്ടീഷുകാരെ പ്രൊട്ടസ്റ്റ് ചെയ്തു. ഏതാ പെർവേസീവ് ആണോ? ഒന്നുകൂടി പറഞ്ഞുതരാം. PERVASIVE, പെർവേസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപുലമായ. VASIVE, പെർവേസീവ്. PERVASIVE, പെർവേസീവ്. എഴുതിയാ?
ഓക്കെ, പെർവേസീവ് എന്ന് വെച്ചാൽ വിപുലമായ, വ്യാപിച്ചു കിടക്കുന്ന എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥമാക്കാം. ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം. സ്ട്രാംഗ്ലിങ്, STRANGLING, സ്ട്രാംഗ്ലിങ്, STRANGLING, സ്ട്രാംഗ്ലിങ്. സ്ട്രാംഗ്ലിങ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞെരുക്കുന്ന, ഞെരുക്കുന്ന. സ്ട്രാംഗ്ലിങ്, ഞെരുക്കുന്ന, കഴുത്ത് ഞെരുക്കുന്ന എന്നാണ് എക്സാക്റ്റ് ആയിട്ടുള്ള വാക്ക്. കഴുത്ത് ഞെരുക്കുന്ന, സ്ട്രാംഗ്ലിങ്, കഴുത്ത് ഞെരുക്കുന്ന. ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയെ വളരെയധികം ഞെരുക്കിയിട്ടാണ് അവർ ഭരിച്ചിരുന്നതെന്നാണ് കേട്ടോ. മനസ്സിലായോ? ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയെ വളരെയധികം ഞെരുക്കി ഉപദ്രവിച്ചിരുന്നു എന്നാണ് അവിടെ അർത്ഥമായിട്ടുള്ളത്. സ്ട്രാംഗ്ലിങ് എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിയോ? അടുത്ത വാക്കിലേക്ക് കിടക്കാം. ഓക്കെ, അടുത്ത വാക്കിലേക്ക് കിടക്കാം. ത്രഷ്ഹോൾഡ്, ത്രഷ്ഹോൾഡ്, THRESHOLD, ത്രഷ്ഹോൾഡ്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, THRESHOLD, ത്രഷ്ഹോൾഡ്. ത്രഷ്ഹോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാതിൽ പടി എന്നാണ്. ത്രഷ്ഹോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാതിൽ പടി എന്നാണ്. ത്രഷ്ഹോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാതിൽ പടി എന്നാണ്. ത്രഷ്ഹോൾഡ് എഴുതിയാ? ത്രഷ്ഹോൾഡിൻ്റെ അർത്ഥം എഴുതിയില്ലേ? എഴുതി? ഓക്കെ. ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. അമേസിങ്, AMAZING, അമേസിങ്, AMAZING, അമേസിങ്. അത്ഭുതപ്പെടുത്തുന്ന, അമേസിങ്, അത്ഭുതപ്പെടുത്തുന്ന. അമേസിങ് സ്പെല്ലിംഗ് സാർ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. AMAZING, അമേസിങ്, അത്ഭുതപ്പെടുത്തുന്ന. എഴുതിയാ? അമേസിങ് എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിയാ? ഓക്കെ, ഓക്കെ. നമുക്ക് അടുത്ത വാക്ക് എഴുതാം. ഫർട്ടീവ്, FURTIVE, ഫർട്ടീവ്, FURTIVE, ഫർട്ടീവ്. ഫർട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെയല്ലാത്ത. ഫർട്ടീവ് എന്ന് വെച്ച് FURTIVE, ഫർട്ടീവ്. ഫർട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെയല്ലാത്ത. ഫർട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെയല്ലാത്ത എന്നാണ് അർത്ഥം വരുന്നത്. നേരെയല്ലാത്ത ഭരണമായിരുന്നു ബ്രിട്ടീഷിൻ്റെ എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. എഴുതിയോ? എഴുതി കഴിഞ്ഞല്ലോ അല്ലേ? ഹലോ, ഒരു വട്ടം കൂടി പറഞ്ഞുതരാം. ഫർട്ടീവ്, FURTIVE, ഫർട്ടീവ്. ഫർട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെയല്ലാത്ത. എഴുതിയോ? ഇപ്പം മനസ്സിലായല്ലോ? ഫർട്ടീവ്, നേരെയല്ലാത്ത. നേരെയല്ലാത്ത ഭരണമായിരുന്നു ആരുടെ? ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിൽ എന്നാണ് പറഞ്ഞത്. മനസ്സിലായല്ലോ? സംശയമുണ്ടോ? ഓക്കെ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ, സാറ് പറഞ്ഞുതരാട്ടാ. സാറിനൊരു കുഴപ്പമില്ല, പറഞ്ഞതിനോട് സന്തോഷമുള്ളൂട്ടാ. അപ്പോൾ സാറ് പറയണത് ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുക. സംശയം എപ്പോൾ ഉണ്ടെങ്കിലും ചോദിച്ചോളോ കേട്ടാ. ഓക്കെ, സാർ അടുത്ത വാക്കിലേക്ക് കിടക്കാണ്. ഏലിയൻ, ALIEN, ഏലിയൻ, ALIEN, ഏലിയൻ, ALIEN, ഏലിയൻ, ALIEN, ഏലിയൻ, ALIEN, ഏലിയൻ. എഴുതിയാ? ഏലിയൻ എഴുതിയാ? ഓക്കെ. ഏലിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു രാജ്യത്തുള്ള എന്നാണ് അർത്ഥം വരുന്നത്. മറ്റ് രാജ്യത്തുള്ള എന്നാണ് അർത്ഥം വരുന്നത്. ഏലിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് രാജ്യത്തുള്ള എന്നാണ് അർത്ഥം വരുന്നത്. ശരിക്കും ഏലിയൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ, ശരിക്കും ഏലിയൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യഗ്രഹത്തിലുള്ള എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ, ഈ സിറ്റുവേഷനിൽ ഏലിയൻ എന്ന് പറയുമ്പോൾ മറ്റു രാജ്യത്തുള്ള എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? എഴുതിയാ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. അൺകോംപ്രമൈസിങ്, കുറച്ച് വലിപ്പം കൂടിയ വാക്കാട്ടാ. ഞാനത് നിർത്തി സ്പെല്ലിങ് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് എഴുതിക്കോ. UNCOMPROMISING. ഒന്നും കൂടി പറയാം. UNCOMPROMISING, അൺകോംപ്രമൈസിങ്. എഴുതിയാ? അൺകോംപ്രമൈസിങ് എഴുതിയാ? ഒരിക്കൽ കൂടി പറയാം. UNCOMPROMISING, അൺകോംപ്രമൈസിങ്. അൺകോംപ്രമൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതിക്കാൻ തയ്യാറാകാതെ. സമ്മതിക്കാൻ തയ്യാറാകാതെ. അൺകോംപ്രമൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതിക്കാൻ തയ്യാറാകാതെ.
കോമ ഇട്ടിട്ട് ഇങ്ങനെ എഴുതിക്കോ. രമ്യതയിൽ പോകാൻ തയ്യാറാകാതെ. രമ്യതയിൽ പോകാൻ തയ്യാറാകാതെ. അതായത് എന്തെങ്കിലും കാര്യത്തിൽ മലയാള വാക്കാണോ ഇംഗ്ലീഷ് വാക്കാണോ? മലയാളത്തിൻ്റെ അർത്ഥമല്ലേ വേണ്ടേ? ആ, അതായത് സമ്മതിക്കാൻ തയ്യാറാകാതെ. ഇപ്പം നമ്മൾ ഒരു കാര്യത്തിന് വിട്ടുവീഴ്ചയിൽ മുന്നോട്ട് പോകാം എന്നുള്ളത് സമ്മതിക്കാൻ തയ്യാറാവണില്ലാന്ന് ബ്രിട്ടീഷുകാരെ. മനസ്സിലായ? സമ്മതിക്കാൻ തയ്യാറാകാതെ. കോമ ഇട്ടിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് എഴുതിക്കോ, രമ്യതയിൽ പോകാൻ തയ്യാറാകാതെ എന്ന് എഴുതിക്കോ കേട്ടാ. എഴുതിയാ? മനസ്സിലായ? അൺകോംപ്രമൈസിങ് ആണ്. അതായത് ദേ ആർ അൺകോംപ്രമൈസിങ് ഫോർ എ ഡീൽ. അവരൊരു ഇപ്പം നമ്മളൊരു ഉദാഹരണമാണ്, ഒരു സെൻറ്റൻസാണ് ഞാൻ പറഞ്ഞത്. ഒരു കച്ചവടത്തിന് അൺകോംപ്രമൈസിങ്, ദേ ആർ അൺകോംപ്രമൈസിങ് ഫോർ ദ ഡീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കച്ചവടത്തിന് തയ്യാറല്ല എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ ഇവിടെ അൺകോംപ്രമൈസിങ് ഡിക്റ്റേറ്റർഷിപ്പ് ടൈപ്പ് റൂളാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ മുകളിൽ എടുത്തത്. അതായത് ഒരു തരത്തിൽ ഇന്ത്യക്ക് യാതൊരു സ്വാതന്ത്ര്യമോ വിട്ടുവീഴ്ചകളോ നൽകാത്ത രീതിയിലുള്ള ഒരു ഭരണം. അതുകൊണ്ടാണ് ഇവിടെ അൺകോംപ്രമൈസിങ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അൺകോംപ്രമൈസിങ് എന്ന വാക്ക് എഴുതിയാ? ഹലോ? അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ സമ്മതിക്കാൻ തയ്യാറാകാതെ എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. സമ്മതിക്കാൻ തയ്യാറാകാതെ എന്നാണ് അർത്ഥം വരുന്നത്. എഴുതിയാ? ഓക്കെ. ഇനി ഒരു കാര്യം സാറ് പറഞ്ഞുതരാം. നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഓൺലൈനിലായിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, ഇലക്ട്രോണിക് ടെക്സ്റ്റ് ബുക്ക് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫസ്റ്റ് ഇയറിൻ്റെ. നിങ്ങൾ കണ്ടിരുന്നോ? അത് കണ്ടിരുന്നോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ കണ്ടന്റ് ഭാഗത്തിലെ ഒന്ന് വട്ടം വരച്ച് വെച്ചോട്ടാ, ഫോക്കസ് ഏരിയയിലുള്ള പാഠങ്ങളെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടേ. വട്ടം വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ പാഠങ്ങൾ ടിക്ക് ചെയ്താലും മതി. അപ്പോൾ ഏതൊക്കെ പാഠങ്ങൾ നിങ്ങൾക്ക് അറിയാനും സാധിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. പഠിക്കാനുള്ള ഓരോ ടെക്നിക്കുകൾ പറഞ്ഞു തരുന്നതാ കേട്ടാ. ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. അടുത്ത വാക്ക് എഴുതല്ലേ? ഓക്കെ ഓക്കെ. ആബ്സല്യൂട്ട്. ABSOLUTE. ആബ്സല്യൂട്ട്. അടുത്ത വാക്ക് എഴുതാം. ABSOLUTE. ആബ്സല്യൂട്ട്. ABSOLUTE. ആബ്സല്യൂട്ട്. മുഴുവനായും. ആബ്സല്യൂട്ട് എന്ന് വെച്ചാൽ മുഴുവനായും. ആബ്സല്യൂട്ട് മുഴുവനായും. ആബ്സല്യൂട്ട് മുഴുവനായും. ആബ്സല്യൂട്ട് എന്ന് വെച്ചാൽ മുഴുവനായും. എഴുതിയോ? എഴുതിയില്ലേ? അടുത്ത വാക്ക് എഴുതാം. ഓക്കെ. പ്ലാങ്സ്. PLANKS. പ്ലാങ്സ്. PLANKS. പ്ലാങ്സ്. PLANKS. പ്ലാങ്സ്. പ്ലാങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നയങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. പ്ലാങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നയങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. പ്ലാങ്സ് എഴുതിയാ? പ്ലാങ്സ് എന്ന വാക്ക് എഴുതിയോ? PLANKS. പ്ലാങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നയങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. എഴുതിയോ? ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ നയങ്ങളാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടാ. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. POMP. പോംബ്. പോംബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങച്ചം. പോംബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങച്ചം എന്നാണ് അർത്ഥം. എഴുതിയ? പോംബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെല്ലിംഗ് പറഞ്ഞുതരാം. POMP. പോംബ്. POMP. പോംബ്. POMP. പോംബ്. പോംബ് എന്ന് വെച്ചാൽ പൊങ്ങച്ചം. POMP. പോംബ്. പോംബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങച്ചം എന്നാണ് അർത്ഥം വരുന്നത്. എഴുതിയാ? പോംബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങച്ചം എന്നാണ് അർത്ഥം വരുന്നത്. ഒരു സെക്കൻഡ് കേട്ടാ. മമ്മി വെള്ളം വന്നിട്ടുണ്ട്. ഹലോ, കേൾക്കാമോ? പോംബ് എന്ന് വെച്ചാൽ പൊങ്ങച്ചം എന്നാണ് അർത്ഥം വരുന്നത്. ഇവിടെ ബ്രിട്ടീഷ് റൂള് ഭയങ്കര പൊങ്ങച്ചുള്ള റൂളായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടാ. പോംബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങച്ചം എന്നാണ് അർത്ഥം. അപ്പം നമുക്ക് അടുത്ത വാക്ക് എഴുതാം. അടുത്ത വാക്ക് സ്പ്ലെൻഡർ. സ്പെല്ലിംഗ് സാറ് പറഞ്ഞുതരാം. SPLENDOUR. ചേട്ടാ പൈസ കോണി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ, കയറിനടുത്തേ. അടുത്ത വാക്ക് പറഞ്ഞു തരട്ടെ. ഹലോ. സ്പ്ലെൻഡർ എന്ന് വാക്ക് എഴുതിയാ? സ്പ്ലെൻഡർ എന്ന് പറഞ്ഞ വാക്ക് എഴുതിയാ? ഓക്കെ. സാർ അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. മഹത്വം. സ്പ്ലെൻഡർ മഹത്വം.
മഹത്വം നമ്മൾ പറയില്ലേ മഹത്വമുള്ള കാര്യം ചെയ്തു എന്ന്. നല്ല സ്പ്ലെൻഡർ SPLENDOUR സ്പ്ലെൻഡർ എന്ന് വെച്ചാൽ മഹത്വം എന്നാണ് അർത്ഥം വരുന്നത്. എഴുതിയോ? സ്പ്ലെൻഡർ എഴുതിയ? സ്പ്ലെൻഡറിൻ്റെ പേരിലൊരു മോട്ടോർ സൈക്കിൾ ഉണ്ട് ഹീറോ കമ്പനിയുടെ. അവരെ ആ സ്പ്ലെൻഡർ എന്ന് ഉദ്ദേശിക്കാൻ കാരണം അത് നല്ല മഹത്വമുള്ള വണ്ടിയാണ് എന്ന് സൂചിപ്പിക്കാനാണ് സ്പ്ലെൻഡർ എന്നുള്ള പേര് ഉപയോഗിച്ചത്. സ്പ്ലെൻഡർ എന്ന വാക്കിൻ്റെ അർത്ഥം മഹത്വം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. വളരെ സ്പ്ലെൻഡർ ആയിട്ടുള്ള എന്ന് പറയാറുണ്ട് ജനറലായിട്ട് കേട്ടോ. അപ്പോൾ സ്പ്ലെൻഡർ എന്ന വാക്ക് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത വാക്ക് നമുക്ക് നോക്കാം. അടുത്ത വാക്ക് പറയട്ടെ? ഓക്കെ, അടുത്ത വാക്ക് റിഡിക്യുലസ്. RIDICULOUS റിഡിക്യുലസ്. RIDICULOUS റിഡിക്യുലസ്. മെല്ലെ പറയാം. RIDICULOUS. ഒന്നുകൂടി ആവർത്തിക്കണോ? ഒന്നുകൂടി ആവർത്തിക്കാം. RIDICULOUS റിഡിക്യുലസ്. എഴുതിയാ? റിഡിക്യുലസ് എഴുതിയ? ഓക്കെ. റിഡിക്യുലസ് എന്ന് വെച്ചാൽ മണ്ടത്തരമായ. റിഡിക്യുലസ് എന്ന് വെച്ചാൽ മണ്ടത്തരമായ. റിഡിക്യുലസ് എന്ന് വെച്ചാൽ മണ്ടത്തരമായ. റിഡിക്യുലസ് എന്ന് വെച്ചാൽ മണ്ടത്തരമായ. എഴുതിയോ? ഓക്കെ. നമുക്കിനി അടുത്ത വാക്ക് എഴുതാം. ഫ്ലോണ്ട്. FLAUNT ഫ്ലോണ്ട്. FLAUNT ഫ്ലോണ്ട്. FLAUNT ഫ്ലോണ്ട്. ഫ്ലോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കാൻ വേണ്ടി. ഫ്ലോണ്ട് ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. FLAUNT ഫ്ലോണ്ട്. ഫ്ലോണ്ട് എന്ന് വെച്ചാൽ കാണിക്കാൻ വേണ്ടി. ഫ്ലോണ്ട് എന്ന് വെച്ചാൽ കാണിക്കാൻ വേണ്ടി. ഓക്കെ. ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. ഫ്ലോണ്ട് എന്ന് വെച്ചാൽ കാണിക്കാൻ വേണ്ടിയെന്ന്. അതായത് ഇപ്പോൾ നമ്മളൊരു പ്രവർത്തി ചെയ്യുമ്പോഴേ നാട്ടുകാർ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാന്ന് പറയില്ല. അതേപോലെ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ജനതയെ വെറുതെ കാണിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ അവർ ഇന്ത്യൻ ജനതയോട് വളരെ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആൾക്കാരായിരുന്നില്ല എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഫ്ലോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കാൻ വേണ്ടി, വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ടേ ഒരു ഭരണ പുതുമകൾ കൊണ്ടുവരിക കേട്ടോ. അത് മനസ്സിലായ? വെറുതെ കാണിക്കാൻ വേണ്ടി അവർ പറയും ഇവിടെ കനാൽ പണിയാം, റോഡ് പണിയാന്നൊക്കെ പറയും. പക്ഷെ അവരതൊന്നും ചെയ്യില്ല. അവർ ബ്രിട്ടീഷ് ഭരണം തുടർന്ന് ഇങ്ങനെ പോയിട്ടിരുന്നു. ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി അവരൊന്നും പറയുക, അവരൊന്നും ചെറിയ രീതിയിൽ ചെയ്യുക. പക്ഷെ ആത്മാർത്ഥമായിട്ട് രാജ്യത്തിനെ അവർ സേവിച്ചിരുന്നില്ല എന്നാണ് ഫ്ലോണ്ട് എന്നുള്ള വാക്കുകൊണ്ട് കാണിക്കാൻ വേണ്ടി എന്ന് അർത്ഥമാകുന്നു. മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ഇനി ഇതിൽ സംശയമുണ്ടോ? ഹലോ? ഓക്കെ നമുക്ക് അടുത്ത വാക്ക് എഴുതാം. ഇൻഡിസ്റ്റിങ്വിഷബിൾ. കുറച്ച് നീളം കൂടിയ വാക്കാട്ടാ സാറ്, നിർത്തി പറയാൻ ശ്രദ്ധിച്ചോളോ. INDISTINGUISHABLE ഇൻഡിസ്റ്റിങ്വിഷബിൾ. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. INDISTINGUISHABLE ഇൻഡിസ്റ്റിങ്വിഷബിൾ. എഴുതിയാ? ഓക്കെ. ഇൻഡിസ്റ്റിങ്വിഷബിൾ എന്ന് വെച്ചാൽ വ്യത്യാസപ്പെടുത്താൻ പറ്റാത്ത. വേർതിരിക്കാൻ പറ്റാത്ത എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് മോരിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തെ അതൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരു ഗ്ലാസ് മോര് എടുത്തു എന്ന് വിചാരിക്കുക. അത് മോരിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളത്തിനെ പിന്നെ അതൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് അതാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ വാക്ക് ഉദ്ദേശിക്കുന്നത്. ഇൻഡിസ്റ്റിങ്വിഷ്, വേർതിരിക്കാൻ പറ്റാത്ത എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. ഇൻറ്റിമസി. INTIMACY ഇൻറ്റിമസി എന്ന വാക്കിൻ്റെ അർത്ഥം അടുപ്പം എന്നാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ഇൻറ്റിമസി INTIMACY ഇൻറ്റിമസി. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. INTIMACY ഇൻറ്റിമസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പം എന്നാണ്.
ഇൻറ്റിമസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പം എന്നാണ്. എഴുതി കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം. നമുക്ക്. ഓക്കെ, പർസ്യൂയിങ്, PURSUING, പർസ്യൂയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. PURSUING, പർസ്യൂയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകെ പോകുക, പിന്തുടർന്ന് ചെല്ലുക. പർസ്യൂയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്തുടർന്ന് ചെല്ലുക. ഒരിക്കൽ കൂടി സ്പെല്ലിംഗ് പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. PURSUING, പർസ്യൂയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്തുടർന്ന് ചെല്ലുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. ഓക്കെ, ഹെൻസ് ഫോർവേഡ്, HENCEFORWARD. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. HENCEFORWARD, ഹെൻസ് ഫോർവേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ, സ്പെല്ലിംഗ് ഒന്നുകൂടി പറഞ്ഞുതരാം. HENCEFORWARD, ഹെൻസ് ഫോർവേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ മുതൽ. അപ്പോൾ മുതൽ എഴുതിയ അപ്പോൾ മുതൽ WARD, ഹെൻസ് ഫോർവേഡ് എന്ന് വെച്ചാൽ അപ്പോൾ മുതൽ എന്നാണ് അർത്ഥം വരുന്നത്. അടുത്ത വാക്ക് എഴുതാം നമുക്ക്. അതായത് അപ്പോൾ മുതൽ, ഹെൻസ് ഫോർവേഡ് എന്ന് വെച്ചാൽ അപ്പോൾ മുതൽ. ഇപ്പോൾ ബ്രിട്ടീഷ് ഭരണം തുടങ്ങിയത് മുതൽ, അല്ലെങ്കിൽ വേൾഡ് വാർ അവസാനിച്ചത് മുതൽ, അപ്പോൾ മുതൽ എന്നാണ് ഹെൻസ് ഫോർവേഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം വരുന്നത്. എഴുതിയാ? ഓക്കെ, ഇനി നമുക്ക് ഹാർമണി, HARMONY, ഹാർമണി, HARMONY, ഹാർമണി, HARMONY, ഹാർമണി, HARMONY, ഹാർമണി. ഹാർമണി എന്ന വാക്കിന്റെ അർത്ഥം യോജിപ്പ്. എന്നാണ്. ഹാർമണി, സമാധാനപരമായ യോജിപ്പ് കേട്ടാ. ഹാർമണി, HARMONY, ഹാർമണി എന്ന് വെച്ചാൽ സമാധാനപരമായ യോജിപ്പ്. എഴുതിയാ? സമാധാനപരമായ യോജിപ്പ് എന്ന് എഴുതിയല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത വാക്ക് എഴുതാം. അടുത്ത വാക്ക് എഴുതാം. ഇൻഹെറിറ്റൻസ്, INHERITANCE, ഇൻഹെറിറ്റൻസ്. ഒരിക്കലൂടെ ആവർത്തിക്കാം. INHERITANCE, ഇൻഹെറിറ്റൻസ്. ഒരിക്കലൂടെ ആവർത്തിക്കാം. INHERITANCE, ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്ന വാക്കിന്റെ അർത്ഥം വാക്കിന്റെ അർത്ഥം പറയട്ടെ. പിതൃസമ്പത്ത് അല്ലെങ്കിൽ പാരമ്പര്യമായി ലഭിച്ചത്. ഹലോ, മനസ്സിലായോ? നമുക്ക് പാരമ്പര്യമായിട്ട് ലഭിച്ച സമ്പത്തിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വാക്ക് എഴുതാം. എറ്റയർ, ATTIRE, എറ്റയർ, ATTIRE, എറ്റയർ. ഡ്രസ്സ് അല്ലെങ്കിൽ വസ്ത്രം എന്നാണ് അർത്ഥം വരുന്നത്. ഡ്രസ്സ് അഥവാ വസ്ത്രം എന്നാണ് അർത്ഥം വരുന്നത്. വസ്ത്രം, മലയാളത്തിൽ വസ്ത്രം, നമ്മളിപ്പോൾ ഷർട്ട് പാൻറ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ ഡ്രസ്സ് രൂപങ്ങളെയാണ്, ഡ്രസ്സിനെയാണ് നമ്മൾ എറ്റയർ എന്ന് പറയുന്നത്. എറ്റയർ, ATTIRE. എഴുതിയാ? ഓക്കെ, നമുക്ക് അടുത്ത വാക്ക് എഴുതിയെടുക്കാം. ഫ്യൂഷൻ, FUSION, ഫ്യൂഷൻ, ഫ്യൂഷൻ. ഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംയോജനം. ഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംയോജനം. ഓക്കെ,
സംയോജനം, യോജിപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്, ഫ്യൂഷൻ. കേട്ടാ? അടുത്ത വാക്ക് നമുക്ക് നോക്കാം. ഇന്റർലോപ്പർ, INTERLOPER, ഇന്റർലോപ്പർ. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. INTERLOPER, ഇന്റർലോപ്പർ. ഇന്റർലോപ്പർ അതിൻ്റെ അർത്ഥം എഴുതിക്കോളൂ. അർത്ഥം എഴുതിക്കോ. അതിക്രമിച്ച് കടക്കുന്നവൻ എന്നാണ് ഇന്റർലോപ്പർ എന്ന വാക്കിൻ്റെ അർത്ഥം. അതിക്രമിച്ച് കടക്കുന്നവൻ, അതിക്രമിച്ച് കടക്കുന്നവൻ എന്നാണ് ഇന്റർലോപ്പർ എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത്. എഴുതിയ അതിക്രമിച്ച് കടക്കുന്നവൻ. ഓക്കെ. ഇനി ശ്രദ്ധിക്കുക. ഇനി നമ്മളിത് കഴിഞ്ഞ ചോദ്യോത്തരങ്ങൾ 2 എഴുതൂട്ടാ. അപ്പം അതുവരെ ക്ഷമിച്ച് നിൽക്കുക, ആരും ലെഫ്റ്റായി പോകരുത്. കേട്ടല്ലോ? ഓക്കെ. ഇനി നമുക്ക് ഇന്റർലോപ്പർ എന്ന് വെച്ചാൽ അതിക്രമിച്ച് കടക്കുന്നവൻ. അതിക്രമിച്ച് കടന്നത് ആരാ? നമ്മുടെ ഇന്ത്യ രാജ്യത്തിലേക്ക് ബ്രിട്ടീഷ് ഭരണമാണ്. കേട്ടാ? അതാണ് അവിടെ ഇന്റർലോപ്പർ എന്ന് വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. കേട്ടാ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഇത് എഴുതാം. വാസ്റ്റ്, VAST, വാസ്റ്റ്, VAST, വാസ്റ്റ്, VAST, വാസ്റ്റ്, VAST, വാസ്റ്റ്. വാസ്റ്റ് വളരെ വലിയ, വാസ്റ്റ് വളരെ വലിയ, VAST, വാസ്റ്റ് വളരെ വലിയ, VAST, വാസ്റ്റ് വളരെ വലിയ. ഓക്കെ. ഇനി നമുക്ക് ഓപ്പോണൻസ്, ലാസ്റ്റ് വാക്കാട്ടാ ഈ പാഠത്തിലെ. ഓപ്പണൻസ്, OPPONENTS, ഓപ്പണൻസ്, OPPONENTS, ഓപ്പണൻസ്. മെല്ലെ പറഞ്ഞുതരാം. OPPONENTS, ഓപ്പണൻസ്. ഓപ്പണൻസ് എന്ന് വെച്ചാൽ എതിരാളികൾ. ഓപ്പണൻസ് എന്ന് വെച്ചാൽ എതിരാളികൾ, ശത്രുക്കൾ എന്നൊക്കെ വരും. ഓപ്പണൻസ്, എതിരാളികൾ, ശത്രുക്കൾ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. എഴുതിയോ? ഓക്കെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ 2 ചോദ്യം ഉത്തരവും നൽകാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ കെയർഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുക. അപ്പോൾ സാറ് മെല്ലെ ആദ്യത്തെ ചോദ്യം പറയാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്ന് ഹെഡിങ് കൊടുത്തോളൂ, അല്ലെങ്കിൽ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് എന്ന് കൊടുത്തോളൂ ഹെഡിങ്. ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് എന്ന് എഴുതിയതിന് ശേഷം നമ്പർ 1 എന്ന് താഴെ എഴുതിക്കോളൂ. അപ്പം ഞാൻ ചോദ്യം പറഞ്ഞുതരാം. കേട്ടോ? ഓക്കെ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. What is referred to as? What is referred to as the? What is referred to as the all-powerful? What is referred to as the all-powerful monster? What is referred to as the all-powerful monster? എഴുതിയാ? ഓക്കെ. അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനെയാണ് നെഹ്റു തൻ്റെ ഈ പാഠത്തിൽ, ഈ എഴുത്തിൽ അല്ലെങ്കിൽ ഈ വരികളിൽ ഓൾ പവർഫുൾ മോൺസ്റ്റർ എന്ന് വിളിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ നെഹ്റു വിളിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണത്തെയാണ് വിളിച്ചിട്ടുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട്. നമുക്ക് ഉത്തരം എഴുതി വയ്ക്കാം. ദ ആങ്കർ, humiliation, the anger, humiliation, 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 and ഒന്നുകൂടി പറഞ്ഞുതരാം. ഹ്യൂമിലിയേഷൻ അല്ല ചോദിച്ചേ. HUMILIATION, ഹ്യൂമിലിയേഷൻ. എഴുതിയാ? ഹ്യൂമിലിയേഷൻ ആൻഡ് ഹെൽപ്ലെസ്നെസ്, HELPLESNESS, helplessness, felt by the Indians,
After the World War, after the World War, after the World War, after the World War, after the World helplessness കഴിഞ്ഞിട്ട് felt by Indians, felt FELT, felt by the Indians, felt by the Indians. എഴുതിയാ? felt by the Indians was very high, was very high, was very high, was very high, was very high after the First World War, 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 under the British rule, under the British rule, under the British rule, after the First World War, under the British rule, after the British, after the First World War, under the British rule. എഴുതിയാ? ഫുൾ സ്റ്റോപ്പ് ഇടുക. This British rule, this British rule, this British rule, this British rule, this British rule is referred to as, is referred to as, is referred to as, is referred to as the all-powerful monster, is referred to as the all-powerful monster, is referred to as the all-powerful monster. എഴുതിയോ? ഓൾ പവർഫുൾ മോൺസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകരമായ ഒരു സത്വം എന്നാണ് അർത്ഥം വരുന്നത് കേട്ടാ. ഭീകരമായ സത്വം പോലെയാണ് ബ്രിട്ടീഷ് ഭരണമായിരുന്നത് എന്നാണ് ഇവിടെ നെഹ്റു ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തിനെയാണ് ഭീകരമായ സത്വമായിട്ട് കണക്കാക്കിയിരുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് അടിച്ചമർത്തുന്ന ബ്രിട്ടീഷ് ഭരണരീതിയെയാണ് ഭീകരമായ സത്വം ആയിട്ട് കണക്കാക്കിയിട്ടുള്ളതെന്നാണ് നമ്മൾ ഉത്തരത്തിൽ എഴുതിയത് കേട്ടാ. മനസ്സിലായല്ലോ? ഫസ്റ്റ് ചോദ്യം കഴിഞ്ഞു. പെൺകുട്ടികൾ മറുപടി പറയണില്ലല്ലോ. പെൺകുട്ടികൾ ശ്രദ്ധിക്കണില്ലേ? എഴുതി കഴിഞ്ഞാ? ഓക്കെ, ഞാൻ ആൺകുട്ടികൾ പറഞ്ഞോളൂ. എഴുതി കഴിഞ്ഞ എല്ലാവരും? ഓക്കെ ഓക്കെ ഓക്കെ, നമുക്കിനി രണ്ടാമത്തെ ചോദ്യം കൂടി എഴുതാം കേട്ടാ. രണ്ടാമത്തെ ചോദ്യം എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടോളൂ. മാർജിനിൽ രണ്ടാമത്തെ ചോദ്യം എഴുതിക്കോളൂ. വാട്ട് വാസ് ദ ഇമ്പാക്റ്റ്? കേൾക്കാമോ? നിങ്ങൾക്ക് കേൾക്കാമോ? ഒരു ഫോൺ വരുന്നുണ്ട് കേട്ടോ, അപ്പോൾ ആ ഫോണിനെ കട്ട് ചെയ്യാൻ പോവാ. വാട്ട് വാസ് ദ ഇമ്പാക്റ്റ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ? വാട്ട് വാസ് ദ ഇമ്പാക്റ്റ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ? എഴുതിയാ? വാട്ട് വാസ് ദ ഇമ്പാക്റ്റ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് എഴുതിയാ? ഓക്കെ, അപ്പോൾ ആദ്യത്തെ ലോകമഹായുദ്ധത്തിൻ്റെ ഭവിഷ്യത്ത് എന്തായിരുന്നു എന്നാണ് ചോദ്യം കേട്ടാ. നമുക്ക് ഉത്തരം എഴുതി വയ്ക്കാം. ഓക്കെ, നമുക്ക് ഉത്തരം എഴുതി വയ്ക്കാം. The First World War had a terrible impact. The First World War had a terrible impact on the Indian people. On the Indian people വരെ എഴുതിയാ? On the Indian people as they were cut off from the land, and could not do
and could not do any kind of manual or technical work. എഴുതിയാ? ഇതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ബ്രിട്ടീഷ് യുദ്ധത്തിന് വേണ്ടി പോയി, ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ വേണ്ടി ഒന്നാം ലോകമഹായുദ്ധത്തിന് ചേർന്ന് പോയി. അപ്പോൾ അവർക്ക് അവരുടെ ദേശത്തിൽ നിന്നും അവരുടെ ജന്മമണ്ണിൽ നിന്നും ജന്മനാട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു. പിന്നെ വേറൊരു കാര്യം കൂടി എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് ഒരു തരത്തിലുള്ള ജോലിയും ഇല്ല, മാനുവലായിട്ടുള്ളതോ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള ഒരു പണിയും ഇല്ലാത്ത അവസ്ഥയായി ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സമയത്തിൽ എന്നാണ് ഈ വരിയുടെ അർത്ഥം. ഇനി അതിനെ തുടർന്ന് ഉള്ള അടുത്ത വരി നമുക്ക് എഴുതാം. സാർ ആ വരിയുടെ എക്സ്പ്ലനേഷൻ തന്നത്. അടുത്ത വരി നമുക്ക് എഴുതാം. ദിസ് റിസൾട്ടഡ് ഇൻ ഗ്രോയിങ് unemployment. അൺഎംപ്ലോയ്മെന്റ് സാർ സ്പെല്ലിംഗ് പറഞ്ഞുതരാം. UNEMPLOYMENT. അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ എന്നാണ് അർത്ഥം. അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി, POVERTY, പോവർട്ടി. അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി സ്പെല്ലിംഗ് പറഞ്ഞുതരാം. അൺഎംപ്ലോയ്മെന്റിന്റെ സ്പെല്ലിംഗ് പറഞ്ഞുതരാം, പോവർട്ടിയുടെ സ്പെല്ലിംഗ് പറഞ്ഞുതരാം. അൺഎംപ്ലോയ്മെന്റ് ശ്രദ്ധിച്ചോളൂ. UNEMPLOYMENT, അൺഎംപ്ലോയ്മെന്റ്. പോവർട്ടിയുടെ സ്പെല്ലിംഗ് POVERTY, പോവർട്ടി. ആൻഡ് ദ എഴുതിയാ? പോവർട്ടി ഒന്നുകൂടി പറഞ്ഞു തന്നെ. POVERTY, പോവർട്ടി മതിയില്ലേ? അതെഴുതിയാ? പോവർട്ടി. ആൻഡ് ദ പീപ്പിൾ ഫെൽറ്റ് ഹെൽപ്ലെസ്, HELPLESS, ഹെൽപ്ലെസ്. ആൻഡ് ദ പീപ്പിൾ ഫെൽറ്റ് ഹെൽപ്ലെസ്, HELPLESS, ഹെൽപ്ലെസ്. ആൻഡ് ഹോപ്പ്ലെസ്, ഹെൽപ്ലെസ് ആൻഡ് ഹോപ്പ്ലെസ്, HOPELESS, ഹോപ്പ്ലെസ്. ഹെൽപ്ലെസ് ആൻഡ് ഹോപ്പ്ലെസ്. എഴുതിയാ? ഓക്കെ. ലാസ്റ്റ് വരിയും കൂടി എഴുതാട്ടാ. ഒരു വരിയും കൂടി ഉണ്ട്, നമുക്ക് എഴുതാം. After the World War I, British brought in military rule. Military, MILLITARY, military rule. മിലിറ്ററി ലോ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. മിലിറ്ററി ലോ, അല്ലെങ്കിൽ അതിന് മറ്റൊരു വാക്കുണ്ട്, മാർഷ്യൽ ലോ, MARTIALLAW, മാർഷ്യൽ ലോ. മിലിറ്ററിക്ക് പകരം മാർഷ്യൽ ലോ എന്ന് എഴുതിയാലും തെറ്റില്ല. മിലിറ്ററി റൂള് ഏതെങ്കിലും കുഴപ്പമില്ല. മാർഷ്യൽ ലോ ആൻഡ് റിപ്രസീവ് ലെജിസ്ലേഷൻ. സ്പെല്ലിംഗ് പറഞ്ഞുതരാം. REPRESSIVE, റിപ്രസീവ്. ലെജിസ്ലേഷൻ LEGISLATION, റിപ്രസീവ് ലെജിസ്ലേഷൻ. എഴുതിയോ? ഒന്നുകൂടി പറഞ്ഞുതരാം. REPRESSIVE, റിപ്രസീവ്. ലെജിസ്ലേഷൻ LEGISLATION, ലെജിസ്ലേഷൻ. എഴുതിയാ? ലെജിസ്ലേഷൻ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം എഴുതാത്തവരുണ്ടെങ്കിൽ. LEGISLATION, ലെജിസ്ലേഷൻ. റിപ്രസീവ് എന്ന് വെച്ചാൽ അടിച്ചമർത്തുന്ന അർത്ഥം. ലെജിസ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഭരണം എന്നാണ് അർത്ഥം. അപ്പോൾ അടിച്ചമർത്തുന്ന ഭരണവും പട്ടാള നിയമവും ബ്രിട്ടീഷുകാരെ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇന്ത്യയിൽ കൊണ്ടുവന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇന്ത്യയെ സ്വതന്ത്രരാക്കാന്നുള്ളൊരു മോഹന വാഗ്ദാനം കൊടുത്തിട്ടാണ് ഇന്ത്യക്കാരെ ആ യുദ്ധത്തിൽ പങ്കെടുപ്പിച്ചത്. പക്ഷെ അതിനുശേഷം ബ്രിട്ടീഷുകാർ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ ഹലോ ഒന്ന് മ്യൂട്ടാക്കൂട്ടെ, ആൻവിനൊന്ന് മ്യൂട്ടാക്കൂ. അതാ പറഞ്ഞ ആൻവിൻ മ്യൂട്ടാക്കും. ഓക്കെ. അപ്പോൾ അതിന് ശേഷം അടിച്ചമർത്തുന്ന ഒരു ഭരണമാണ് ബ്രിട്ടീഷുകാർ കൊടുക്കുന്നത്. ആദ്യത്തെ ലോകമഹായുദ്ധത്തിന് ശേഷം സ്വാതന്ത്ര്യം നൽകുന്നതിന് പകരം പട്ടാള നിയമവും അടിച്ചമർത്തുന്ന നിയമരീതികളും ഭരണരീതിയുമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അതാണ് അവർ നടപ്പിലാക്കിയത്. അപ്പോൾ ഇതൊക്കെയാണ് വേൾഡ് വാറിന് ശേഷം ഉണ്ടായ ഇമ്പാക്റ്റ് എന്നാണ് നമ്മൾ ഉത്തരത്തിൽ എഴുതിയത്. എന്താണ് വേൾഡ് വാറിന് ശേഷം ഇന്ത്യയിലുണ്ടായ ഭവിഷ്യത്തുകൾ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പം അതിന് ഉത്തരമാണ് നമ്മൾ ഇപ്പോൾ എഴുതിയത്. മനസ്സിലായല്ലോ? അപ്പം നമ്മളിന്ന് രണ്ട് ചോദ്യത്തിന് ഉത്തരം എഴുതിയിട്ടാ. ഇനി അടുത്ത ദിവസം നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ എഴുതാം. ഇന്നൊക്കെ ഇത് മതി കേട്ടാ. ഓക്കെ. അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു. ഓക്കെ, വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം. എല്ലാവരും പോയതിന് ശേഷം ഞാൻ ഈ ഗൂഗിൾ മീറ്റ് ഓഫ് ആക്കുള്ളൂട്ടാ. എന്നാലും സാറിന് ഓഫ് ആക്കാൻ പറ്റുള്ളൂ കേട്ടാ. ഓക്കെ, എല്ലാവരും ഇറങ്ങിക്കോ കേട്ടോ. ആ, വെൽക്കം ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം. ഇല്ല, അതുണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ ഈ ക്ലാസ് നന്നായി ശ്രദ്ധിക്കാൻ വേണം, നോട്ട് പുസ്തകം എടുത്തിട്ടേ കേട്ടാ. ഓക്കെ. രണ്ടുപേരും കൂടി ലെഫ്റ്റ് ആവാണ്ടല്ലോ. രണ്ടുപേരും കൂടി ലെഫ്റ്റ് ആയ സാറിന് ക്ലാസ് ക്ലോസ് ചെയ്യായിരുന്നു. നിയാസ് ശ്രീരാഗ് കൂടിയുണ്ട്. രണ്ടുപേരും കൂടി ലെഫ്റ്റ് ആവാനുണ്ട്. ഓക്കെ, സാറ് ക്ലോസ് ചെയ്യാം കേട്ടോ. ക്ലാസ് ക്ലോസ് ചെയ്യാണ്.